ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടായിരുന്നു. ആ മൂവിയുടെ പേരാണ് ഫാൻറ്റാസ്റ്റിക് മിസ്റ്റർ ഫോക്സ്. ഒരു അനിമേഷൻ മൂവിയാണ്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു അനിമേഷൻ, ഒരു കൂർ അനിമേഷൻ, അതാണ് എനിക്ക് ഫസ്റ്റ് മനസ്സിലിങ്ങനെ വന്നത്. നമ്മളുടെ വിചാരിക്കുന്ന ഒത്തൊരു അനിമേഷനല്ല, ഇത് ആർക്കോ വേണ്ടി ചെയ്ത ഒരു അനിമേഷൻ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനാണെങ്കിൽ കാണണമോ എന്നുള്ള രീതിയിൽ, എന്തായാലും ഒന്ന് ഇരുന്നേയല്ലേ എന്നുള്ള രീതിയിലൊന്ന് കണ്ടു നോക്കി. കഥ ഇങ്ങനെ പുരോഗമിച്ച് പോകുമ്പോൾ നമ്മൾ ആ സിനിമയിൽ ഉള്ളിലോട്ടങ്ങ് ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ കഥ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് ഇച്ചിരി ഒന്ന് ചിന്തിക്കാനായിട്ടൊരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടൊക്കെ തോന്നും. അതൊക്കെ ഞാനിങ്ങനെ ഇന്നലെ മൊത്തം ഇരുന്ന് കൂലംകഷമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഈ സംഭവം, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന്. ഇതിൻ്റെ കഥ ഒരു സിമ്പിളാണ്. രണ്ട് കുറുനരികൾ, ഭാര്യയും ഭർത്താവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവർ മോഷണമാണ് ഇവരുടെ പ്രധാന തൊഴിൽ. അതായത് പ്രാവിനെയോ കോഴീനെയൊക്കെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആളുകൾ, അതായത് കർഷകരുടെ ഇടയിൽ നിന്നൊക്കെ. ആ ഒരു സമയത്തിൽ ഇവർ കൂട്ടിൻ്റെ അകത്താകുന്നു. പക്ഷേ അവരിപ്പോൾ ആ ഭാര്യ വളരെ കണ്ണുനീരോടുകൂടി ആ ആൺകുറുനരിയോടുകൂടി പറയുന്നു, ഞാൻ ഗർഭിണിയാണെന്ന്. അപ്പോൾ ആൺകുറുനരിയും കൂടെ വല്ലാത്തൊരു വിഷമാവസ്ഥയിലാകുന്നു. കാരണം അവർ കൂട്ടിൻ്റെ അകത്ത് പെട്ടുപോയില്ലോ. ഇവരെ കണ്ട വഴി വെച്ച് കൊന്നു കളയും. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇവർ ഒരു ടേബിളിൻ്റെ മുന്നിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതായിട്ട് 12 വർഷത്തിന് ശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നീടുണ്ടാകുന്ന വികാസങ്ങൾ, ആ ഒരു കഥയുടെ ഗതി വല്ലാതെ നമ്മളെ ഇൻവോൾവ് ചെയ്യുന്നു. പിന്നീട് വീണ്ടും ഈ ഒരു കുറുനരി വീണ്ടും മോഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും അതൊക്കെയാണ് കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇവരെ കൂട്ടത്തോടെ കൊല്ലാനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന കർഷകരും എന്ത് വില കൊടുത്തും ഇവരെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് ആ ഒരു വംശം തന്നെ ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്ന കുറേ കർഷകരും. അങ്ങനെ ഇവർ പട്ടിണി മാറ്റാൻ വേണ്ടി ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ അവരെ മൊത്തം ചുട്ട് കരിക്കാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആക്ച്വലി ആ കുറുക്കൻ്റെ കൂടെ ആയിപ്പോവും. പിന്നീട് ഞാൻ തന്നെ സ്വയം ചിന്തിക്കാറുണ്ട്, ഇത് എൻ്റെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ വില്ലനായി മാറുമല്ലോ. എൻ്റെ വീട്ടിലാണ് ഈ കുറുനരി വന്ന് മോട്ടിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് വില്ലനായി മാറുമല്ലോ. അതപ്പോൾ നമ്മൾ ആ സിനിമ കാണുമ്പോൾ ആ കുറുനരിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കാണുന്നത് കൊണ്ടായിരിക്കും. ഇതിൽ വേറെയും അർത്ഥതലങ്ങളുണ്ട്. അങ്ങനെ അവസാനം ഒരു 40 സെക്കൻഡ് അത്രയുള്ളൊരു പോർഷനുണ്ട്. നമ്മളെ ഒരു മാതിരി അങ്ങ് അത്ഭുതപ്പെടുത്തി പോകുന്നൊരു സംഭവമാണ്. ഒരു 40 സെക്കൻഡ് വരുന്നൊരു സംഭവം. അത് കണ്ട് തന്നെ അനുഭവിച്ചറിയണം. അങ്ങനെ ഒരു സംഭവം. അതായത് കുറുനരിയുടെ മോൻ്റെ ഒരു സംഭവമാണ്. അവനെ എല്ലാവരും കൂടെ ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അവൻ അച്ഛൻ്റെ കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവൻ എന്താണെന്നുള്ളത് അവസാനം അവൻ തെളിയിക്കും. അതൊരു കിടിലം ഒരു മൊമെൻ്റായിരുന്നു. ദാറ്റ്സ് ക്രിയേറ്റ് എ ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സംഭവം. ഫാൻറ്റാസ്റ്റിക് മിസ്റ്റർ ഫോക്സ് ഒരു അനിമേഷൻ മൂവിയാണ്. കാണുമ്പോൾ ഒരു കൂർ അനിമേഷനായിട്ടെങ്കിലും തോന്നുമെങ്കിലും കഥയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കും, നമ്മളെക്കൊണ്ട് പലതും ചിന്തിപ്പിക്കും. കഴിയുമെങ്കിൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് കളയാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ പോയി കാണുക. സമയമുണ്ടെങ്കിൽ പോയി മാറ്റി വയ്ക്കുകയാണെങ്കിൽ പോയി കാണുക. ടെലിഗ്രാമിലൊക്കെ കണ്ടെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. കാണും, നിങ്ങൾക്കറിയാമല്ലോ ഫാൻറ്റാസ്റ്റിക് മിസ്റ്റർ ഫോക്സ്. കാണേണ്ട വഴി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ശരി, അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരാം.